Hallelujah, 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 hallelujah. എല്ലാവരും ശക്തിയോടെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവ് എഴുന്നള്ളി വരികയാണ്. ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരുന്നു. കരങ്ങൾ ഉയർത്തിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. സമർപ്പിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന ദൈവമേ, കരങ്ങൾ ഉയർത്തി കരഞ്ഞപേക്ഷിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ചേർന്ന് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, തീരാവ്യാധികളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. രോഗപീഠകളാൽ വലയുന്നവരെ സമർപ്പിക്കുന്നു. മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കർത്താവേ, വിട്ടുമാറാത്ത ജീവിത ദുഃഖത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. സദാരഹിതരെയും ഭവനരഹിതരെയും തൊഴിൽ രഹിതരെയും സമർപ്പിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. രോഗാവസ്ഥയില് വെന്റിലേറ്ററിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, വാർദ്ധക്യ രോഗത്തിൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉടമ്പടിയിൽ സമർപ്പിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ഉടമ്പടിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. നിന്നിൽ നിന്നാഗതമായി ചേർന്ന് പാടാം. മണ്ണിൽ രക്ഷകദീപം. കുറച്ച് സമയം സ്തുതിക്കാനും ഞങ്ങളിവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിക്കുകയോ ചെയ്യണം. സ്വന്തമായി പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ, നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് ലൈവായി മൊബൈലിൽ ഈ ധ്യാനം കൂടുന്ന മക്കൾ, അവരെയും അൾത്താറയിൽ ഓർക്കുന്നു. കണ്ണീരോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കാം, നിങ്ങളെ സാന്ത്വനപ്പെടുത്തും. നിങ്ങൾ കർത്താവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, അകലെ അല്ല. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. നീ കരയുകയാണ്, നിന്റെ ദൈവത്തിന് തോന്നട്ടെ.
നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സങ്കട സമയത്ത് നീ കർത്താവിൻ്റെ മുമ്പിൽ കരയുകയാണെന്ന് ഈശോ അറിയട്ടെ. വിദൂരങ്ങളിലിരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളും കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. ശാന്തമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്തൃസന്നിധാനത്തിലാണ് നമ്മളിരിക്കുന്നത്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതിപരിശുദ്ധമായ അൾത്താരയുടെ ബലിപീഠത്തിൽ ഈശോയുടെ ജീവസാന്നിധ്യം നൽകുന്ന സ്വർഗീയ സന്നിധാനത്തിലാണ് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാൻ പോകുന്നത്. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഉള്ളിലിരിപ്പ് അതുപോലെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സമീപസ്ഥര്, വിദൂരസ്ഥര്, സങ്കടങ്ങളിരിക്കുന്നവരെല്ലാവരെയും കർത്താവെ ആശ്വസിപ്പിക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് 6 ഉടമ്പടി ധ്യാനമാണുള്ളത്. 24 ഉടമ്പടി പ്രാർത്ഥനകൾ.
ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇതാണ് ഉടമ്പടി ധ്യാനം. ഉടമ്പടി പ്രാർത്ഥന ചെയ്തവരെ ആ ഉടമ്പടി പ്രാർത്ഥനയുടെ അന്തസ്സത്ത് എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിലൂടെ ശക്തീകരണമാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആത്മാവ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. നമ്മൾ ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം അത്ഭുതങ്ങളാണ്. പല കാര്യങ്ങളും അത്ഭുതങ്ങളെന്ന് പറയുന്നത് മിറക്കിൾസാണ് ശരിക്കും. ഇപ്പം നാനാജാതി മതസ്ഥര് ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ ആലയത്തിൽ കയറി സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ അപ്പോഴത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കും ഒരു നാൾ അമ്മസന്നിധാനത്തിൻ്റെ ഈ അൾത്താറയിൽ കയറി ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കും ഒരു നാൾ ദൈവസന്നിധാനത്തിൻ്റെ അൾത്താറയിൽ കയറി ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പം അത് പല സഹോദരങ്ങൾ സാക്ഷ്യം പറയാൻ ഇവിടെ കൗൺസിലിംഗ് കഴിയുമ്പോൾ അത് നമ്മളതിൻ്റെ അവരുടെ വിഷയങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും ഇത് ഇപ്പോഴെങ്കിലും ഇത് നടക്കത്തില്ലെന്ന് തോന്നും. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ പ്രിൻസിപ്പിളിന് എതിരാണത്. ഉടമ്പടി എന്ന് പറയുന്നത് സമയമായില്ലെങ്കിലും അമ്മ ഇടപെട്ട് സമയം കുറിക്കുന്നതാണ് ഉടമ്പടി. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി വെച്ച് നോക്കാനാണെങ്കിൽ ഇത് നടക്കത്തില്ല. എപ്പോഴും അച്ഛൻ നിങ്ങളോട് പറയും മിനിമം പരിശുദ്ധാത്മാവിനെ കീപ്പ് ചെയ്യണമെന്ന് എപ്പോഴും. അതായത് അങ്ങനെ ചെയ്താൽ പരിശുദ്ധാത്മാവ് ഉടനെ ആലോചന തരും, അടുത്ത വഴി എന്താണെന്ന് പറയും. അടുത്ത വഴി എന്താണെന്ന് പറയും. ഇപ്പം നമുക്ക് ഡെഡ് എൻഡാണെന്ന് വിചാരിച്ചോ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ വളരെ വല്ലാണ്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് മനുഷ്യൻ്റെ സാമ്പത്തിക കടങ്ങളാണ്. കാര്യം ക്യാൻസർ രോഗങ്ങൾ സുഖപ്പെടുന്നതും ജോലി കിട്ടണതുമൊക്കെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട എപ്പോഴും ഒത്തിരി കേൾക്കണ സാക്ഷ്യങ്ങളാണ്. അപ്പോഴും ഒരു 2 കോടി കടം, 1 കോടി കടം, അല്ലെങ്കിൽ 40 ലക്ഷം കടമെന്ന് പറയുമ്പോൾ അവർക്കിനി വിൽക്കാനൊന്നുമില്ല, കിട്ടാനുള്ള മാർഗവുമില്ല. അപ്പോൾ ഡെഡാവും സംഭവം. ഡെഡായി കഴിയുമ്പോൾ നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവർ രക്ഷപ്പെടുത്തണമെന്നോ പ്രാർത്ഥിച്ചാൽ മെസ്സേജ് കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് പരിഹാരമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാനെന്ത് ചെയ്യും? ഞാൻ അൾത്താറയിൽ നിന്നുകൊണ്ട് തന്നെ, കാര്യം അൾത്താറയിലാണ് ഇപ്പോൾ കൗൺസിലിംഗ് നടത്തുന്നത്. എന്താ കാര്യം? കർത്താവിൻ്റെ അടുത്ത് നിർത്തി നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട കൈക്ക് കർത്താവിൻ്റെ കയ്യിൽ അഭയം പ്രാപിക്കാൻ ഒരു മാനസികമായ കാലാവസ്ഥ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയും, ഈശോ ഇതെന്ത് ചെയ്യും? ഇവരോട് നമ്മൾ എന്ത് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടും? കാര്യം ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ് വെറും കൈയോടെ പറഞ്ഞു വിടരുതെന്ന്. വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ വഴി തളർന്ന് വീഴുമെന്ന്, അല്ലേ? അങ്ങനെയല്ലേ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവരെ വഴി തളർന്ന് വീഴും. അത് ഈശോ ആഗ്രഹിക്കുന്നില്ല. ജീവിത വഴിയിൽ നിങ്ങൾ തളർന്നു വീഴാൻ ആഗ്രഹിക്കാത്ത കർത്താവാണ് അൾത്താറയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് നന്നായി ശ്രദ്ധിക്കട്ടെ, നന്നായി പാരട്ടെ. കർത്താവേ, ഞങ്ങളെ വെറുക്കയോടെ പറഞ്ഞു വിടരുതേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായത് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴെൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയും, സാക്ഷ്യം പറയാം എന്ന്
പരിശുദ്ധ അമ്മ വഴി ഈശോനെ അറിയിക്കാൻ പറയും. ഇപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ അവിടെ പോയി എന്നുകൊണ്ട് അമ്മയോട് പറ, സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയും. നമ്മുടെ മുമ്പിൽ വഴിയില്ല, പക്ഷെ സാക്ഷ്യം ഒരു വഴിയാണ്. നമ്മുടെ മുമ്പിലൊരു വഴിയില്ല, പക്ഷേ ഞാൻ പഠിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇത്രയും വലിയ കടങ്ങളുടെ മുമ്പിൽ ഞാൻ നിസ്സഹായനായി വരുമ്പോൾ, മെസ്സേജ് അതിന് ഡ്രോ ചെയ്യാതെ വരുമ്പോൾ, ഞാൻ അങ്കലാപ്പോടുകൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ, കാര്യം കർത്താവിനോട് നമുക്ക് എന്തും പറയാം. കാര്യം വഴി മുട്ടുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ കർത്താവാണ്. എന്താണ്? ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാനെന്നാ പറഞ്ഞത്, അല്ലാതെ ബൈബിളാണെന്ന വിശ്വാസമാണെന്ന ഒന്നും അല്ല പറഞ്ഞത്. ഞാൻ എന്നാ പറഞ്ഞത്, വ്യക്തിയാണ്. അപ്പം ഞാനെ സംബന്ധിച്ചിടത്തോളം ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മത്തായിയുടെ 18:20 ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ വചനങ്ങളാണ് പിന്നീട് കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ 28 വരുമ്പോൾ, 28:20 വരുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കും. 18:20 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 18:20 പറഞ്ഞത് എന്താണ്? കൂട്ടായ്മ കൂടിയ ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? ഇപ്പം കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഇപ്പം ദിവ്യകുർബാന വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ വല്ല ദൈവത്തിനെ മാനിക്കാത്ത രീതിയിൽ വിശുദ്ധിയില്ലാതെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, പക്ഷെ നമുക്കത് അനുഭവവേദ്യമാകത്തില്ല, ഇല്ലേ? കർത്താവ് ഉണ്ടാവും, കാര്യം കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ നമുക്ക് അനുഭവവേദ്യമാകണ്ടേ? വിശുദ്ധി കുറഞ്ഞു വരുമ്പോൾ അതനുസരിച്ചിട്ട് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും നമുക്കത് അനുഭവവേദ്യമാകണമെന്നില്ല. ഇപ്പം പനിയുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചാൽ മധുരമുണ്ടാകുമോ? അല്ല, രുചി ഉണ്ടാകത്തില്ല. കാര്യം നമ്മൾ കഴിക്കണ സത്യമാണ്, പക്ഷേ നമുക്കത് അനുഭവപ്പെടുന്നില്ല. കാര്യം എന്താണ്? നമുക്ക് പനിയാണ്, ഇല്ലേ? കേക്ക് കഴിച്ചാലും ചോറും കറിയും കഴിച്ചാലും നമ്മുടെ നാക്കിനൊരു രുചിയില്ല. എന്താ? പനിയായതുകൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും നമുക്കത് രുചിഭേദം അനുസരിച്ച് അനുഭവവേദ്യമാകണില്ല. കാര്യം നമുക്ക് പനിയുള്ളത് കൊണ്ടാണ്. ഈ സഭയിലുള്ള കർത്താവിൻ്റെ പൊതു സാന്നിധ്യത്തിൻ്റെ ഒരു കുഴപ്പം അതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പ്രകാരം അച്ചിട്ടതാണ്, പക്ഷേ വി മേ നോട്ട് ബി ഏബിൾ ടു ഫീൽ ഇറ്റ്. നമുക്കത് അനുഭവവേദ്യമാകണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? നമുക്ക് പനിയാണ്. ആത്മാവിന് പനിയാണെങ്കിൽ, പാപാവസ്ഥയിലാണെങ്കിൽ, ദൈവസ്നേഹം കുറവാണെങ്കിൽ ദൈവത്തെ അനുഭവിക്കാൻ തീവ്രത കുറയും. അതിനുള്ള ഒരു മാർഗമാണ് ഐ വിൽ ബി വിത്ത് യു അണ്ടർ ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പല അഷുറൻസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 14:6 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മത്തായി 18:20 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ഐ വിൽ ബി വിത്ത് യു അണ്ടർ ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും. അപ്പം ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടെയാണ് ഇത് എൻ്റെ യഥാർത്ഥ ശരീരമാണെന്ന് ദിവ്യകുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈശോ അപ്പത്തെ എടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്താൽ എൻ്റെ യഥാർത്ഥ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് കൈ അടിച്ച് കർത്താൻ.
ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അവസാന നിമിഷം വരെ കർത്താവേ, അങ്ങയുടെ വചനവും അങ്ങയുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് കരുത്തും ശക്തിയും പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ സ്നേഹത്തോടെ കേൾക്കണം. കാര്യം നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ മർമ്മത്തിലേക്കാണ് നമ്മൾ വരണത്. പടിക്കെ കൊണ്ടുപോയി കുട ഉടക്കരുത്. വണ്ടി 4 മണിക്കാണ് 3 മണിക്കാണെന്നൊന്നും ഇത് പ്രസക്തമല്ല വിഷയങ്ങൾ. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോണത്, ഇപ്പോൾ കൗൺസിലിങ്ങിന് പോണത് 9 മണിക്ക് രാത്രിയാണ്, 8 മണിക്കൊക്കെയാണ് പോണത്. ഇനി അത് കൂടുകയേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് 4:30 വരെയാണ് ശുശ്രൂഷ. ഈ 4:30 വരെ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോഴും ഞാൻ ചോദിക്കും, വചനം എത്ര മണി വരെ കേട്ടെന്ന് ചോദിക്കും. കർത്താവ് എന്നെ ചോദിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. ചില ആൾക്കാർക്ക് ഉച്ചക്കൊക്കെ പോകത്തില്ലേ, ഇങ്ങനെ ഒപ്പിച്ചിട്ട് പോകത്തില്ലേ. ആ ഒപ്പിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കാര്യം അതുപോലെ ഒപ്പിച്ച് തന്നെ ഇരിക്കുമോ? കാര്യം നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. നിങ്ങൾക്കിതിനേക്കാൾ കർത്താവിനേക്കാൾ വേറെ എന്തോ ജ്വരമാണ്. അതാണ് പ്രശ്നം വരണത്. നമ്മൾ ദൈവത്തെ കൊണ്ട് നമ്മളെ തൂക്കിപ്പിക്കരുത്. ആരും പോയെന്നല്ല പറയണത്, പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കണം. ആ വിഷയം, ഓരോ വിഷയവും ദൈവതിരുസന്നിധി വരുമ്പോൾ ഓരോ കാര്യവും ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിസ്സാരമാകാം, നിസ്സാരമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം കർത്താവിൻ്റെ ഒരു രീതി നിസ്സാര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു വിധവ ചില്ലിക്കാശിട്ടില്ലേ, അത് നോക്കി ഉടനെ ചില്ലിക്കാശ് ഒരു പൈസയുടെ തുട്ടാനിട്ടത്, അത് ഉടനെ ശ്രദ്ധിച്ചിട്ട് ഉടനെ എഴുന്നേറ്റ് അവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞ് ഇപ്പം എന്താ സംഭവിച്ചെന്നറിയാമോ, ആ വിധവയാണ് അവർ ചില്ലിക്കാശിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണത് അതുകൊണ്ട് അവർക്ക് നത്താനും കഴിക്കാനുള്ളതാണ്, അതാണ് ഇട്ടിരിക്കണമെന്ന് പറയും. അപ്പം നീ എന്ത് ചെയ്യണമെന്ന് മാത്രമല്ല നോക്കണത്, നിൻ്റെ അവസ്ഥ ഏതവസ്ഥ ഇരുന്നുകൊണ്ടാണ് നീ ചെയ്യണമെന്ന് നോക്കും. നിൻ്റെ ഭർത്ത ചിലർ പറയല്ലേ, എൻ്റെ അച്ഛാ ദൈവം ഒരു ജീവിത പങ്കാളിയെ തന്നിട്ടില്ലേ, അതുവരെ പ്രഷറടിച്ച് കിടക്കുകയാണ്, എൻ്റെ മലവും മൂത്രവും വീട്ടിലാണ്, ഞാൻ അദ്ദേഹത്തിന് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പം ചിലർ പറയും അയ്യോ രോഗം പിടിച്ച് കിടക്കണ ഭർത്താവിനെ നോക്കണതല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പൊട്ടിപ്പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യും. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിമിഷം നിൻ്റെ കർത്താവിനെ ഓർക്കുമ്പോൾ ഭർത്താവിനെ ഈശോയ്ക്ക് ഏൽപ്പിച്ചിട്ട് പകരാനുള്ള വിശ്വാസം ഉണ്ടാകണം. ഞാൻ വരണവരെ ഈ മനുഷ്യന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്ന് നീ ഈശോനെ വിശ്വസിച്ചാൽ ആ മനുഷ്യന് കുഴപ്പം ഉണ്ടാകത്തില്ല. കാര്യം വിശ്വാസം, ഈ യാത്ര എന്ന് പറയുന്നത് വിശ്വാസയാത്രയാണ്. ഇപ്പം നിനക്ക് എന്തെങ്കിലും ക്ലേശം ഉണ്ടായി, ഈ ക്ലേശങ്ങൾ നിന്നുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്നാണ് പ്രശ്നം. നീ എന്ത് ചെയ്യണം എന്നല്ല, എന്ത് ചെയ്തു എന്നുള്ള, ഏത് സാഹചര്യത്തിൽ ചെയ്തെന്നാണ് പ്രശ്നം. അതാണ് വിധവയോട് പറയണത്. അവളൊരു ചില്ലിക്കാശാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ ചില്ലിക്കാശല്ല പ്രശ്നം, അവൾക്ക് ഇന്ന് അത്താഴം കഴിക്കാനുള്ള കാശാണതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നീ ഏത് സാഹചര്യം അതിലാണ് നീ കർത്താവിൻ്റെ അടുത്ത് കാണിക്കുന്ന ഭക്തി, കർത്താവിനോട് കാണിക്കുന്ന വിശ്വാസം, അത് അളക്കപ്പെടും. അതുകൊണ്ടാണ് 6:36 പറയണത്, നീ ദൈവത്തെ വിശ്വാസം കൊണ്ടും ജീവിത സാഹചര്യത്തെ പരിമിതി കൊണ്ടും കർത്താവിനെ നീ തിരിച്ച് അളക്കരുതെന്ന് അച്ഛൻ എപ്പോഴും പറയും. കാര്യം എന്താണ്, അതുപോലെ അളന്നു വരും. നമ്മളാണ് നമ്മുടെ അനുഗ്രഹം താമസിപ്പിക്കുന്നത്. നമ്മുടെ സത്യസന്ധതയില്ലായ്മയും ആത്മാർത്ഥക്കുറവ്. ഇപ്പോൾ റംല എന്നും പറഞ്ഞൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, അവർ അക്രൈസ്തവ സഹോദരിയാണ്. പക്ഷെ അവരുടെ വിഷയം എന്താ, അവരുടെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക, ആൾ തിരിച്ചു വരാൻ പോയേ. അപ്പം റംല എന്താ ചെയ്യണത്, ഈ പത്രം വാങ്ങിച്ച് അപ്പോൾ ഇവിടെ ചോദിച്ചു, റംല എങ്ങനെയാണ് ഈ പത്രം കൊടുക്കണത്, പള്ളി കൊണ്ടേ വെക്കുമോ? ഇല്ല, ഞാൻ ഓരോ വീട്ടിലും കൊണ്ടു നടന്ന് കൊടുക്കും. അവരത് പറഞ്ഞില്ലല്ലോ സാക്ഷ്യത്തിൽ, ഞങ്ങളത് ചോദിച്ചായിരുന്നു. പെട്ടെന്നാണ് ആ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടാകണത്. അതായത് വിത്തിൻ 6 അവേഴ്സാണ് ആ ജോലി, നഷ്ടപ്പെട്ട ജോലി അയാൾക്ക് തിരിച്ചു കിട്ടിയിട്ട് അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ട ആളാണ്. പരിശുദ്ധ അമ്മ അവളെ പിടിച്ചു നിർത്തി. കാര്യം നിൻ്റെ ഭാര്യ ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടെന്ന്. ഭാര്യയുടെ പ്രേക്ഷിത വേലയിലാണ് ഭർത്താവിനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കണത്.
പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഈ പ്രേക്ഷിത വേല എന്ന് പറയുന്ന ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? സാക്ഷ്യമാണ് ശരിക്കും. കാര്യം സാക്ഷ്യം എപ്പോഴാണ് വരേണ്ടത്? ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെയൊക്കെ കേസ് ഉണ്ടായില്ലേ, ഇന്ന് ഞാൻ പറയണേ, ഇന്നും സത്യം അറിയത്തില്ല. ഇവിടെ ഭരിക്കണത് മീഡിയയാണ് ശരിക്കും. മീഡിയ കരുതിക്കൂട്ടി ഒരാളകത്താക്കണമെന്ന് വിചാരിച്ചാൽ മാധ്യമങ്ങളുടെ കൂടെ കൂടാൻ അനേകം മനുഷ്യരുണ്ട്. അപ്പോൾ അസത്യം ചില സമയത്ത് സത്യത്തിൻ്റെയും നീതിയുടെയും വേഷമെടുത്തണിയും. അതാണല്ലോ സുപ്രീം കോടതിയിൽ സംഭവിച്ചത്. കോടതിയെ വിമർശിക്കണമെന്നും കരുതണ്ട, പക്ഷെ കോടതിയുടെ ചെയ്ത്തുകൾ കൊണ്ട് ഇവിടെ നന്മ പുലരാനായോ എന്ന് കോടതി ആത്മശോധന ചെയ്യേണ്ടതാണ്. എനിക്ക് ഇവരൊക്കെ കറുത്ത കോട്ടിട്ട് നടക്കുമ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കും, ഇവർക്ക് പറ്റിയ വേഷമാണല്ലോ എന്ന്. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങളും തമ്മിൽ ലൈംഗിക കൃത്യം ആയിക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഗുണം പട്ടികൾ പോലും ചെയ്യാത്ത പണിയാണ്. പട്ടികൾ പോലും ചെയ്യത്തില്ല ഇവിടെ, മൃഗങ്ങൾ ചെയ്യത്തില്ല. മൃഗങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്തോളാൻ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. അപ്പം തിന്മകൾ എന്തുമാത്രം ഉള്ള വിളക്കുകളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടും തന്നെത്താൻ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുന്നത്? വിവാഹം കഴിച്ചിട്ട് വേണമെങ്കിൽ വേറെ പുരുഷന്മാരുടെ അടുത്ത് പോകാം, അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്ത് പോകാം. നിയമത്തിൻ്റെ സാധു കിട്ടിയിരിക്കുകയാണ്. അല്ലാതെ തന്നെ ഇവിടെ ഈ റിസോർട്ടുകളും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എല്ലാം അവിടെ അടിച്ചു വരാൻ ചെല്ലുന്ന സഹോദരികൾ വന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അവിടുത്തെ കഥയും കച്ചവടം കേട്ടാൽ. പിന്നെ ഇപ്പം അതിനൊക്കെ ഒരു നിയന്ത്രണവും ഇല്ലാതെ വരും. ഒരു നിയന്ത്രണം ഉണ്ടാകത്തില്ല. ഒരു നിയന്ത്രണമില്ലാതെ തിന്മ പെരുകാൻ വേണ്ടി ഉള്ള നന്മ പുലരാനും തിന്മ പെരുകാനും ലൈംഗിക അരാജകത്വം, കുടുംബ തകർച്ച, ലൈംഗിക അരാജകത്വം കുടുംബ തകർച്ചയും ഉണ്ടാകുന്ന രീതിയിൽ സമൂഹം ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈംഗിക അരാജകത്വവും കുടുംബ തകർച്ചയും സുപ്രീം കോടതിയുടെ സ്പോൺസർഷിപ്പിലും സർക്കാരിൻ്റെ ഒത്താശയിലുമൊക്കെ ഒരു സമൂഹത്തിൽ വളരുമ്പോൾ വിശ്വാസി എന്താ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള അരാജകത്വങ്ങൾ സമൂഹത്തിൽ പെരുകുമ്പോൾ തിന്മ ഏതാണെന്ന് നന്മ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ മനുഷ്യൻ കുഴങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്? നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണമെന്ന്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയണത് 21-ാം അധ്യായത്തിൽ. സ്തുതിയുടെ ഹല്ലേലൂയ. 21:13. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനബോധ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, വചനത്തെ സാക്ഷിയായി ജീവിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും, ഭീകര സംഭവങ്ങളും ആകാശത്ത് വലിയ അടയാളങ്ങളും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവിടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സമൂഹത്തിലെ ഞെരുക്കങ്ങൾ വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ പരുങ്ങലിലാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിളക്ക് എന്താണ്? സാക്ഷ്യത്തിൻ്റെ വിളക്കാണ്. എന്താണ് സാക്ഷ്യം? യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതാണ് ഈ പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പറയാതെ പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ പത്രം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയാതെ പറയണത് എന്താണ്? യേശു കർത്താവാണ് എന്ന് പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവൾ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിൻ്റെ ഭർത്താവ് മദ്യപിച്ചാലും കുടുംബത്തിലെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? എന്താണ്? അവരൊന്ന് ഉടമ്പടി ചെയ്തു. ഇപ്പോൾ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യമിടല്ലേ? അതായത് എൻ്റെ പേരക്കുഞ്ഞിനെപ്പോലും എൻ്റെ കയ്യിൽ തരത്തില്ലായിരുന്നു.
അതിനേക്കാൾ വലിയ സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞു അല്ലേ, പോലീസ് വഴക്കും ഒരു ലോഡ് പോലീസൊക്കെ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു കുടുംബം ഉണ്ടായി. അപ്പോൾ ആ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് മോശമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നിയമ നടപടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ നിയമ നടപടികളെന്ന് പറയുന്നത് സെക്യൂരിറ്റി റീസൺസ് മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആരാണ്? അലക്സാമ. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് 7 പ്രാവശ്യം പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 7 പ്രാവശ്യം മനുഷ്യരാശിയോട് പറഞ്ഞത് എന്താണ്? പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടെയെന്ന്. അപ്പോൾ സമാധാനത്തിന് പ്രഭുവിൻ്റെ അടുത്ത് വന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ കുടുംബത്തിലെ അടിയാണ്, വൈരാഗ്യമാണ്, പകയാണ്, പരസ്പരം സംസാരമില്ല, പരസ്പരം ഭക്ഷണമില്ല. അപ്പം കുടുംബസമാധാനം ദൈവത്തിൻ്റെ ഒരു വലിയ സബ്ജക്റ്റാണ്. നിങ്ങൾക്കറിയാവോ, ഞാൻ ഈ സുപ്രീം കോടതിയൊക്കെ ഇത്രയും നിശ്ചിതമായ രീതിയിൽ വിമർശിക്കുന്നതിൻ്റെ കാരണം കുടുംബങ്ങൾ തകർക്കാതിരിക്കാനും സമാധാനമുള്ള കുടുംബങ്ങൾ ഉണ്ടാകണമെന്ന് ഇവിടെ ധരിച്ചതാരാ, ആഗ്രഹിച്ചതാരാണ്? ഈശോയാണ്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഓരോ കുടുംബത്തിൽ ചെല്ലുമ്പോഴും നിങ്ങൾ പറയണം ആ കുടുംബത്തിന് സമാധാനം വന്നു. 72 പേരെ പറഞ്ഞു വിട്ടില്ലേ? ഈ 2 പേരായിട്ട് ഓരോ കുടുംബങ്ങളിൽ പറഞ്ഞു വിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്. അപ്പം നിങ്ങൾ കുടുംബത്തിൽ ചെല്ലുമ്പോൾ പറയണം ഈ കുടുംബത്തിന് സമാധാനം വന്ന്. കുടുംബമായാൽ മാത്രം പോരാ, അവിടെ സമാധാനം ഉണ്ടാകണം. പക്ഷെ സമാധാനം എങ്ങനെ ഉണ്ടാകും? നീതിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. മദർ തെരേസ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ കാര്യമെന്താണ്? നീതി എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ട് കാണും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സമാധാനത്തെ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ, എന്നതിൻ്റെ അർത്ഥം അവിടെ നീതി നടക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തെ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ സ്നേഹം പുലരുന്നുണ്ടെങ്കിൽ നീ സമാധാനം അവിടെ കുടികൊള്ളും, അല്ലെങ്കിൽ നിൻ്റെ കൂടെ തിരിച്ചു പോരുമെന്ന്. കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്താണ്? അമ്മായാലും മരുമകളായാലും അപ്പനായാലും അമ്മയായാലും മക്കളായാലും നീതി ഉണ്ടാകണം. നീതിയും സ്നേഹവും കുടുംബങ്ങളിൽ പുലരുമ്പോഴാണ് കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത്. കാര്യം നീതി എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീം കോടതിയിലെ നീതിയല്ല. സുപ്രീം കോടതി നാളെ കുടുംബങ്ങളിൽ കയറിയിട്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയും. ഞാനിതിവിടെ പറയണില്ല, കർത്താവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നമ്മൾ വാലിക്കുക. അപ്പം നമ്മുടെ നീതിബോധത്തെ അളക്കേണ്ടത് ദൈവത്തെ അറിയാത്ത ന്യായാസനങ്ങളല്ല, ആണോ? നമ്മുടെ നീതിബോധത്തെ അളക്കേണ്ടത് നീതിയുടെ പുസ്തകമാണ്. ഹോസയ എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരണം. 12:6 ഹോസയ, നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരണം. അപ്പോൾ വിജയകുമാർ സാറിനോട് ഞാനിത് പറഞ്ഞപ്പോൾ വിജയകുമാർ സാർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് തിരിച്ചു വരേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹോസയ 12:6 എങ്ങനെയാണ് തിരിച്ചു വരേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറെടുത്ത് വായിച്ചാൽ മതിയെന്ന്. ഞാൻ പിന്നെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. എന്താ സംഭവം? നീതി പുലർത്തുക, നീതി നിലനിർത്തുക, സ്നേഹം പുലർത്തുക, അങ്ങനെയാണ് തിരിച്ചു വരേണ്ടത്. നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരാൻ. അതിങ്ങനെ ആകാശത്ത് സംസാരിച്ചിരിക്കണതല്ല, വളരെ കോൺക്രീറ്റായിട്ടാണ് ഹോസയ സംസാരിക്കണത്. ഹോസയ 12:6 എങ്ങനെ തിരിച്ചു വരും? നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ, നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ എങ്ങനെ തിരിച്ചു വരും? 1 നീതി നിറവേറ്റുക, രണ്ടാമത്തത് എന്താണ്? സ്നേഹം പുലർത്തുക. സ്നേഹത്തിലൂടെയും നീതിയിലൂടെയും മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അവിശ്വസ്ത പരിഹരിക്കുവാണെന്ന്. വെറുതെ തിരിച്ചു വരാൻ പറ്റത്തില്ല. നമുക്ക് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ നീതി നിറവേറ്റണം. അപ്പം മക്കളുള്ള നീതി നിറവേറ്റണം, മക്കൾ അപ്പനോടുള്ള നീതി നിറവേറ്റണം. നിറവേറ്റാതെ ഇവിടുത്തെ പ്രശ്നം എന്താ? തിരിച്ചു വരാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നിൽക്കണപാട് നിന്നുകൊണ്ട് ആണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായത്? അതാണ് ഒരു കുഴപ്പം. കാര്യം ദൈവത്തിന് എപ്പോഴുള്ള, ഇപ്പോൾ ഈശോ ഉണ്ടല്ലോ ഇവിടെ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല. പോവുമോ? ഞാൻ നിങ്ങളെ ഒരു കാലവും വിട്ടുപിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇല്ലേ? കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എന്താണെന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഒരു കാലവും വിട്ടു പിരിയത്തില്ല. അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു കാലവും വിട്ടു പിരിയത്തില്ല, മറക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഐസയ്യാ 15:49-15 വായിക്കുമ്പോൾ, ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാ, ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. എന്തിനാണ്? എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാണ്. അത്രയും അമീക്കബിളായിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം ദൈവം വിട്ടുപിരിയണ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം. ദൈവം അകന്നു പോകത്തില്ല നമ്മുടെയൊക്കെ ഒന്ന്. പിന്നെ ആരാ അകന്നു പോണത്? നമ്മൾ അകന്നു പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അകന്നു പോകണമെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ടത് ആരാ തിരിച്ചു വരേണ്ടത്? നമ്മളാണ് തിരിച്ചു വരേണ്ടത്. ഇപ്പം ധൂർത്തപുത്രൻ അകന്നു പോയില്ലേ? ഇല്ലേ? അയാളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് അയാൾ പോയി. 15:13 ലൂക്കായുടെ സുവിശേഷം. അയാൾ 15:18 തീരുമാനമെടുത്ത്, എന്താണ്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമെന്ന്. അപ്പം പോയ ആൾക്കാരല്ലേ തിരിച്ചു വരേണ്ടത്? ഉറപ്പല്ലേ? ലൂക്കായുടെ സുവിശേഷത്തിൽ 15:3 ദൂതപുത്രനാണ് പോണത്, പിതാവിനെ ഇട്ടച്ചും പോണത്. ഇപ്പോൾ തിരിച്ചു വരേണ്ടത് ആരാണ്? പിതാവാണ്, പുത്രനാണ്? പുത്രൻ തിരിച്ചു വരണം. ആ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഹോസേയ വിളിക്കണത്. 12:6 എന്താ വിളിക്കണത്? നീ തിരിച്ചു വരണം. എങ്ങനെ തിരിച്ചു വരും? നീ നീതി പാലിക്കണമെന്ന്. പിന്നെ എന്താ? നീ സ്നേഹം പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, നീതി പാലിച്ചുകൊണ്ട് സ്നേഹം പുലർത്തിക്കൊണ്ട് തിരിച്ചു വരാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. നീതി പാലിച്ചുകൊണ്ട് സ്നേഹം പുലർത്തിക്കൊണ്ട് തിരിച്ചു വരാൻ സഹായിക്കണമേ. അല്ലാതെ കേവല ദുഃഖം കൊണ്ട് നടക്കത്തില്ല പരിപാടി. കേവല ദുഃഖമില്ലേ? നമ്മൾ ഹോസേയ ഹെബ്രായിലൊക്കെ വിളിക്കുന്ന 11:18 കേവല ദുഃഖം എന്താണ്? 12:17 കേവല ദുഃഖം വെച്ചാൽ പാപത്തെക്കുറിച്ച് ഏശാവിന് കേവല ദുഃഖമുണ്ടായി. ഇപ്പം നീ ഭർത്താവിനെ ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർ അവർ നേഴ്സിംഗാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അമ്മയുടെ വർത്തമാനം കേട്ടിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി അമ്മയുടെ അടുത്ത് വീട്ടിൽ പോയതും അവിടെ നിന്ന് പിന്നെ ഇറ്റലിയിൽ അതുപോലെ തന്നെ കാനഡയിലൊക്കെ പോകും. പിന്നെ ഭർത്താവിനെ വിളിക്കത്തുമില്ല. അവൾക്ക് നല്ല ശമ്പളമാകും. മക്കളെ ഞൊട്ടിയെടുത്തുകൊണ്ട് അവൾ ജീവിക്കും. എന്താ? കാശില്ല ജീവിക്കാൻ. നിയമത്തിന് അവളെ ഫോണിൽ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എവളെ ഫോൺ വിളിച്ചാൽ മതി, അവൾ അപ്പം തന്നെ പോലീസിനെ വിളിക്കും. ഭർത്താവിനെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എത്രയോ ഭാര്യമാരാണ് നിഷ്കളങ്കരായിട്ടുള്ള ഭർത്താക്കന്മാരെ ജയിലിലിട്ടിരിക്കണത് ഇല്ലേ? തിരിച്ചു വരാൻ പറ്റുമോ? ലക്ഷങ്ങളുണ്ടാകും. ഇപ്പം കുറച്ച് മുമ്പ് രാവിലെ അച്ഛൻ പറഞ്ഞില്ലേ, നമ്മളുണ്ടാക്കിയ കാശ് ഒരു പ്രളയത്തിൻ്റെ കാലത്ത് 50,000 രൂപയുടെ സാരി എനിക്ക് ഉണ്ടായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടില്ലേ? ഇപ്പോൾ ഉടുത്തുകൊണ്ടിരിക്കണത് ആരാണ്ട് ഉടുത്ത് കീറിയ സാരി ആരാണെന്ന് പോലും അറിയാൻ പാടില്ലെന്ന്. മനുഷ്യൻ്റെ അവസ്ഥ ഇതാ. മനുഷ്യൻ ചിന്തിക്കണില്ല. ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണത് നല്ലതാണ്, മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി. അത് ആത്മാവിനെക്കുറിച്ച് ഒരു ചിന്ത വരാനും നമ്മൾ അന്ധവൈരാഗ്യങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന ദൈവനിരോധങ്ങൾ അനുദപിക്കാനാണ്. പക്ഷെ അങ്ങനെയുള്ള അനുതാപം എന്ന് പറയണത്, എനിക്ക് വിഷമമുണ്ട് അച്ഛാ എന്ന് ചില ആൾക്കാർ പറയും. ആ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. അത് 12:17 വിഷമമാണ്, ഹോസേയയുടെ വിഷമമാണ്. കണ്ണീരോടെ അവൻ വിളിച്ചപേക്ഷിച്ചു, പക്ഷേ അവൻ തള്ളപ്പെട്ടെന്ന്. നമുക്കെന്താ വേണ്ടത്? ജീവപ്രാപ്തിക്കുള്ള അനുതാപം വേണം. 11:18 നടപടി പുസ്തകത്തിൻ്റെ അനുതാപം എന്താണത്? വിജാതിർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകിയെന്നാണ്. അനുതാപം ഉണ്ടായാൽ മാത്രം പോരാ, ജീവൻ പ്രാപിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി കിട്ടാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? നീതി നിറവേറ്റണം. അതിനെന്ത് ചെയ്യണം? ഹോസേയ 12:6 പോലെ സ്നേഹം പുലരണം. അത് പ്രാർത്ഥനയിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായമാണ് വേണ്ടത്. ദൈവത്തിലെ നീ ഉടമ്പടി ചെയ്യുമ്പോൾ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോൾ, നീ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് തിരിച്ചു വരണം. കോൺക്രീറ്റായിട്ട്, അതായത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നീതി നിറവേറ്റാൻ തിരിച്ചു വരണം. ഞാൻ ചില പെൺപിള്ളേരോട് പറയും, മോളെ ഇതൊക്കെ ശരിയാണ്,
നീ തിരിച്ചു വാ. ചിലർ പറയും ഞാൻ വരത്തില്ല അച്ഛാ, ഭർത്താവ് മാറി താമസിക്കാതെ ഞാൻ വരത്തില്ലെന്ന് പറയും. അവർക്ക് നന്നായിട്ടറിയാം ഒന്നിലൊരു മകനേ ഉള്ളു, അപ്പനും അമ്മയും വയസ്സാണ്, അപ്പന് രോഗമുള്ള അപ്പനെയും അമ്മനും ഇട്ടുകൊണ്ട് എങ്ങനെയാണ് മാറി താമസിക്കണത്? അപ്പം അങ്ങനെ ദൈവത്തിന് നിരക്കാത്ത നിബന്ധനകൾ നമ്മൾ വെക്കുമ്പോൾ തന്നെ മനസ്സിലാകും നീ അനീതിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാവോ മത്തായി 25:11 അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അനീതി പ്രവർത്തിച്ചാൽ അകലം കൂടുമെന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, നീതിയോടെ വ്യാപരിക്കാൻ, വിശ്വസ്തയോടെ വ്യാപരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകത്താൽ കരുത്ത് പകരണമേ. യോർദാൻ നദിക്കിലിറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അപ്പോസ്തലഗണങ്ങൾ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പ്രവാചകന്റെ പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവസാനം എന്താ ഈശോ പറഞ്ഞത്? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീനെന്ന്. അത് വല്ലാത്തൊരു അകൽച്ചയാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായം 41-ാമത്തെ വാക്യമാണ് പറഞ്ഞ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുക. അത് ഭൂമിയിലെ വിഷയമല്ല, നിത്യതയിലെ വിഷയമാണ്. ഇവിടെ അകന്ന് താമസിക്കുന്ന ആൾക്കാരെ ഞാനൊന്ന് ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളുണ്ടായത് എങ്ങനെയാ? ഭാര്യയും ഭർത്താവും കൂടി മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയാണല്ലോ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചത് നിങ്ങളുടെ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടിയാണല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പുണ്യപൂർണ്ണമായ വളർച്ച ആടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അപ്പനറിയാതെ ആ കുഞ്ഞ് വളർന്നത് എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഭാര്യനെ തല്ലി ഓടിച്ചിട്ട് നിങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളെ നിർത്തി വളർത്തണില്ലേ? എങ്ങനെയാണ് നിങ്ങൾ പുണ്യപൂർണ്ണമായ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങൾ പതിഞ്ഞ് ചെയ്തതാണ്. എന്താണ്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്തിക്കൊള്ളാവുന്നു. നിർഭാഗ്യവശാൽ ഈ സഭയുടെ കോഴ്സിലൊക്കെ ഇതൊന്നും പറയണില്ല. ചില ആൾക്കാരൊന്നും പറഞ്ഞാൽ ഇവിടെ സെക്സിൻ്റെ ക്ലാസ്സാണെന്നും. ഞാൻ പറയും കൊള്ളാം, മത്സ്യത്തെ നീന്താൻ പഠിപ്പിക്കാൻ പോണം. ഇതൊക്കെ മനുഷ്യരോട് പറയുന്നത്. ഇതൊക്കെ മനുഷ്യന് ചൊട്ടേന്ന് 6-ാം ക്ലാസ്സുകാർക്ക് വരെ ഈ സംഭവം അറിയാം. ശരിക്കും പറഞ്ഞാൽ സഭ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയും നിത്യതയുമാണ് സഭയുടെ സബ്ജക്റ്റ്. അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ സംഭവം പിരിച്ചു വിടണം. കാര്യം ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയെന്ന് പറയണത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയെന്ന് പറയണത് അതിലൂടെ നമ്മൾ നേടിയെടുത്ത നിത്യതയാണ്. നിത്യതയെക്കുറിച്ചാണ് നമുക്ക് ഭയം വേണ്ടത്. കാര്യം ഇവിടെ അകൽച്ച തുടങ്ങിയാൽ അകൽച്ച ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ലെന്നാണ് ഈശോ പറയണത്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് മഹാഗരുത്തമാണല്ലോ എന്ന് 16:26 ലൂക്കായുടെ സുവിശേഷം ധനവാനോട് പറഞ്ഞതാണ്. അയാളെ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ലാസർ എന്ന് പറയുന്ന ഒരു പരമദരിദ്രൻ കൂടെ ഇരുന്നപ്പോഴേ അവനെ മുഖത്തോട്ട് നോക്കാതെ ഇയാൾ തിന്നുകൊണ്ടിരുന്നതാണ്. കൊടുക്കാണ്ടൊന്നും ഇരുന്നില്ല. അയാളെ കഴിക്കുന്ന സംഭവം അയാളുടെ കയ്യിലെ ഇറച്ചിയുടെ ചാറിൻ്റെ നെയ്യ് കളയാൻ വേണ്ടി തൂത്ത അപ്പക്കഷ്ണങ്ങളൊക്കെ താഴിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് അവൻ തിന്നുകൊണ്ടിരുന്നത്. എടുത്തോളാൻ പറഞ്ഞില്ല, അവൻ തിന്നോളൂല്ല എന്ന് വിചാരിച്ചു. അവനോടൊരു നീചമായ പെരുമാറി ഒരു ഇരിപ്പിടം ഉണ്ടായിട്ട് അവൻ്റെ പേര് വിളിച്ചില്ല, അവനോട് കയറി ഇരിക്കാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാതിരുന്ന പല കാര്യങ്ങൾക്കും ചെയ്യാതിരുന്ന കാര്യങ്ങൾക്കുമാണ് അവസാനം പറയണത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത്. ലാസറിനെ പിന്നെ മടി വെച്ചിട്ടാണ് ദൈവം. ലാസറിനെ മടി വെച്ചിട്ട് ധനവാനോടൊരു ഒരു സംസാരമാണ്. പിന്നെ എന്താ? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് മഹാഗർത്തമാണല്ലോ എന്ന്. ദൈവമായിട്ട് ഗർത്തം എപ്പോൾ തുടങ്ങിയതാ? ഇപ്പം തുടങ്ങിയതാ. കുടുംബജീവിതത്തിൽ വെച്ച് തുടങ്ങിയ ഗർത്തമാണിത്. കുടുംബത്തിൽ വെച്ചുണ്ടായതാണ്. ധനവാന്റെ കുടുംബത്തിൽ വെച്ചുണ്ടായ ഗർത്തമാണിത്.
ആ ഗർത്തം അങ്ങ് തുടരുകയാണ്. അതാണ് ലൂക്ക 16:26, ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയിലുള്ളത് മഹാഗർത്തമാണല്ലോ എന്ന്. ഭയങ്കര അകൽച്ചയാണ്. അത് ലൂക്ക അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് മത്തായി ഇപ്പം പറയണത്, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് 25:41. അപ്പോഴ് ഗർത്തവും അകൽച്ചയുമാണ്. ദൈവവേദനേ, നാളെ നീ നിൻ്റെ ദൈവമായിട്ട് ഗർത്തവും അകൽച്ചയും ഉണ്ടാകുന്ന തീരുമാനങ്ങൾ സുപ്രീം കോടതി സംസാരിക്കാം, ഭരണഘടനകൾ മാറ്റിയെഴുതപ്പെടാം. ഇതെല്ലാം ഭൂമിയിലെ വിശേഷങ്ങളാണ്. ഭൂമിയിലെ മനുഷ്യൻ ദൈവത്തെ അറിയാത്തവൻ അവന് എന്ത് കോപ്രാട്ടിത്തരം കാണിക്കാം, അവന് എന്ത് കോലവും കെട്ടാം. ഒരു ക്യാമറ ഉണ്ടായാൽ മാത്രം മതി. അപ്പം ആരാണ് ഭരിക്കണത്? ജനപ്രതിനിധികളായാലും ശരി, ഭരിക്കണത് ആരാണ്? കറുത്ത ക്യാമറകളാണ് ഭരിക്കണത്. ക്യാമറ ഉണ്ടെങ്കിൽ ഇവൻ എന്ത് കോപ്പറേറ്റ് കാണിക്കാനും പറയാനും തയ്യാറാവും. ക്യാമറ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പനി പിടിച്ച പോലെ ജഡ്ജി ആണെങ്കിലും പോയി അങ്ങ് ഉറങ്ങി തൂങ്ങി അവിടെ ഇരുന്നോളൂ. ഇതാണ് ലോകം. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കണത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാധ്യമം എന്ത് പറയുന്നു, സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു, ജനങ്ങൾ എന്തിൻ്റെ കൂടെ കൂടുന്നു? ജനങ്ങളുടെ സ്വരങ്ങൾ ദൈവത്തിൻ്റെ സ്വരമല്ല ഇപ്പം, അത് പിശാസിൻ്റെ സ്വരമായി മാറിയിട്ടുണ്ട്. ഇത് വിവേചിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പം എന്താ കർത്താവ് പറഞ്ഞിരിക്കണത്? ഇപ്പം എല്ലാവർക്കും എന്ത് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള നിയമ പരിരക്ഷ ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയിട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് വേണ്ടി ചെന്നപ്പോൾ നമ്മുടെ അമേരിക്കയിലല്ലേ, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യമാണ്. അതായത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ പോയി, എടി വന്ന് എൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ കരഞ്ഞു പിടിച്ച് ചെന്നപ്പോഴേ കുടുംബം ആക്രമിച്ചെന്നും പറഞ്ഞ് മാതാപിതാക്കന്മാർ കേസ് കൊടുത്ത്. പോലീസ് വന്നപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ്, അപ്പനും അമ്മയും പറഞ്ഞ് ശരിയാണ്, ഇയാൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നാണെന്ന്. എൻ്റെ അച്ഛാ, ഈശോയാണ് ഞാൻ ആക്രമിക്കാൻ വന്നതല്ല, എൻ്റെ കുഞ്ഞുമായിട്ട് പോയി ജീവിക്കാൻ വന്നതാണ്. അപ്പോഴെന്താ, ചില ആൾക്കാരെങ്കിലും ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ആഘോഷമായിട്ട് ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കണില്ലേ? പക്ഷെ നിങ്ങളുടെ ഉള്ളിലെല്ലാം നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ട് രക്ഷപ്പെട്ട പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് പോയി താമസിക്കണം, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേണേ കൂടെ താമസിക്കാം. അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ കുടുംബം തകർന്നിരിക്കുന്ന അവസ്ഥയാണ് മനസ്സിലെ. എന്താ കാര്യം? പല അമ്മമാരും മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതുങ്ങളെ ഒരുമിപ്പിച്ച് താമസിപ്പിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള രീതി മാത്രമേ കുടുംബത്തെ കൊണ്ടുവരത്തുള്ളവർ. ഇപ്പം നിങ്ങളിരിക്കണ വിശുദ്ധിയോടെ ഇരിക്കണ അമ്മമാരില്ലേ, നിങ്ങളുടെ ഉള്ളിലൊക്കെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ട്. എന്താണ്? നിങ്ങൾ ഈ മക്കളുടെ പുറകെ കൂടിയിരിക്കുകയാണ്. പല കുടുംബങ്ങളും തകർന്നതിൻ്റെ ഉത്തരവാദികളെ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മമാരായിരിക്കും വരാൻ പോണത്. ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. ജോസഫ് അച്ഛൻ അത് പറയുമ്പോൾ ഓർക്കേണ്ടത് 32 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. അല്ല വെറുതെ ചുമ്മാ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കണതല്ല. 32 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. ഇന്ന് തകർന്ന കുടുംബങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം അമ്മമാരുടെ ഗ്രീഡിയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും കാരണമെന്ന് യാക്കോബ് പറഞ്ഞില്ലേ? യാക്കോബിൻ്റെ 4-ാം അധ്യായത്തിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അമിതമായ ധനമോഹത്തെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിമപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന്റെ പ്രബോധനത്താൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹത്താൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അതാണ് യാക്കോബ് 1:4. നിങ്ങളെ പഠിപ്പിച്ച മാതാപിതാക്കന്മാരുടെ കടങ്ങൾ പരിഹരിക്കപ്പെടരുതെന്ന് ജോസഫ് അച്ഛൻ പറയത്തില്ല. ചില അമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങളുടെ വീട് സ്ഥലവും വെച്ചാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, അവളെ പഠിപ്പിച്ചിരിക്കണത്.
അന്ന് 4 ലക്ഷം രൂപ കടമുണ്ട്. അതൊക്കെ കിട്ടാൻ വന്നപ്പോൾ ചെറുക്കനോട് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് അപ്പോൾ ആ 4 ലക്ഷം രൂപ കടമുള്ള കുടുംബങ്ങൾ അതിൻ്റെ പലിശ ഉൾപ്പെടെ. അമ്മായിയമ്മക്ക് പെണ്ണിൻ്റെ അമ്മക്കൊരു പനി വന്നപ്പോഴേ ഈ ചെറുക്കനെന്ന് പറയുന്നവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു കുപ്പി മരുന്ന് പോലും മേടിച്ച് കൊടുക്കാൻ മനസ്സില്ലാത്തവനാണ് കെട്ടിയിരിക്കണത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ പഠിപ്പിച്ചിട്ട് അവളെ ജോലിക്കും വിടുന്നില്ല, അവളെ ജോലിക്കും വിടത്തില്ല. അവനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, സംശയരോഗിയാണ്. അപ്പം നീതികേടായിട്ട് അവളെ ജോലിക്ക് വിടാതെ വെച്ചുകൊണ്ടിരിക്കുക. വീട്ടിലെ കടം പോലെ കൂടി ഇരിക്കുകയും ചെയ്യണം. ഉടമ്പടി ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇന്ന് കറക്റ്റ് ചെയ്തേക്കണം. അവിടെ അനീതിയായില്ലേ? അവളുടെ പഠനത്തോട് അവൻ്റെ സംശയരോഗം കാണിച്ചിരിക്കണം, അനീതിയല്ലേ? അവൻ തിരിച്ചു വരണം, അവൻ കറക്റ്റ് ചെയ്യണം. അവളെ പഠിപ്പിച്ചിരിക്കണില്ലേ? പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ കുടുംബത്തിന് ഒത്തിരിയേറെ കാശ് ചിലവായിട്ടുണ്ട്. ഇപ്പോഴും നീ കല്യാണം കഴിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിന് നിനക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, നീതി മാത്രമല്ലല്ലോ, സ്നേഹമെന്നും സംഭവം ഉണ്ടല്ലോ. അതല്ലേ ഹോശയ 12:6 പറയണത്. നീ തിരിച്ചു വരികയാണെങ്കിൽ നീതിയോടെ മാത്രം തിരിച്ചു വന്നാൽ പോരാ, നീ സ്നേഹത്തോടെ തിരിച്ചു വരണമെന്ന്. കാര്യം എന്താണ്? ആ പെണ്ണിൻ്റെ അമ്മയുടെ വീട്ടുകാരോട് അവർക്ക് പരിതാപകരമാണെന്നുണ്ടെങ്കിൽ നീ നീതി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഓഹരി അവരുടെ മക്കൾ അവരെ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. നീതിയല്ല, ഏറ്റവും വലുത് എന്താണ്? സ്നേഹമാണ്. അത് സന്ധിക്കാനും സംരക്ഷിക്കാനും. അപ്പോൾ അവൾക്ക് സങ്കടമാണ്. അവളെന്താ സങ്കടം? എന്നെ പഠിപ്പിച്ച് മുണ്ടുമുറുക്ക് കൊടുത്ത് രാത്രി 12 മണി വരെ ഇരുന്ന അമ്മ, പട്ടിണി നിന്ന് അമ്മ ഇന്ന് രോഗിയാണ്. എന്നെ ക്ലാസ്സിൽ വിട്ട് എൻ്റെ അപ്പൻ ഇന്ന് രോഗിയാണ്. അപ്പോഴും അവരുടെ സങ്കടങ്ങൾ എന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ സാമ്പത്തിക ഘടകമായിട്ട് ഇന്ന് കുടുംബം ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഈ മനുഷ്യനാണെങ്കിൽ അർത്ഥത്തേക്ക് ഉപ്പ് തേക്കണില്ല. പിന്നെ അവളെന്ത് ചെയ്യണം? കുടുംബത്തിൽ ഇപ്പം നമ്മൾ 10-12 മത്തായിയുടെ സുവിശേഷം 10-12 എന്താ പറയണത്? നീ ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോഴേ സമാധാനം ആശംസിക്കണം. പക്ഷേ ഈശോ ഉടനെ പറഞ്ഞ് സമാധാനത്തിൻ്റെ ദൂതൻ അവിടെ ഉണ്ടാകണം. നീതിയോട് സഹകരിക്കാനുള്ള മനസ്സാണ് സമാധാന ദൂതൻ. സ്നേഹത്തോട് പൊരുത്തപ്പെടാനുള്ള ഹൃദയമാണ് സമാധാന ദൂതൻ. കൈ അടിച്ചു കർത്താണ്. ദൈവമേ, വിവിധ പ്രതിസന്ധികളെ സ്നേഹത്തോടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്ക് മക്കളെ. നിവൃത്തിയില്ലാത്തവരൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. മക്കളെ, നമ്മൾ ഈ അവസാനത്തെ 15 മിനിറ്റും അവസാനത്തെ ആശീർവാദത്തിൻ്റെ 15 മിനിറ്റും വളരെ മർമ്മപ്രധാനമായതാണ്. ഈ സമയത്താണ് കൂടുതൽ ആൾക്കാർ സുഖപ്പെടുന്നതും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങൾക്കറിയാവോ, ഈ വചനങ്ങളെല്ലാം ഈശോ തന്ന വചനങ്ങളാണ്. ആ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തിരിച്ചുവരവിൻ്റെ സാഹചര്യമാകും. ദൈവത്തിൽ നിന്ന് ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോണില്ല, നമ്മളാണ് അകന്നു പോണത്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരിച്ച് വിളിക്കണത്. വരുവിൻ നമുക്ക് അനുരഞ്ജനപ്പെടാവുന്ന ഐസയ 1:18 പറയണത് എന്താ? നമ്മളാണ് വരേണ്ടതെന്ന്. എങ്ങനെ വരണമെന്നാണ് ഹോശയ 12:6 പറഞ്ഞത്? നീതി നിറവേറ്റി വരണം, സ്നേഹം പുലർത്തി വരണം. ദൈവത്തിൻ്റെ സന്തതിയായി വന്നാൽ അന്ത്യകാലം വരെയും കർത്താവിൻ്റെ അനുഗ്രഹം നിൻ്റെ കുടുംബത്തിനുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് മധ്യസ്ഥം വഹിക്കാനും ഈശോയ്ക്ക് നിൻ്റെ കണ്ണീരൊപ്പാനും എളുപ്പമായിരിക്കും. ദൈവം നമ്മുടെ സ്പീഡപ്പ് ചെയ്യും, പക്ഷേ നമ്മളതിൻ്റെ പരുവപ്പെടലുണ്ടാക്കണം. അതിനെക്കുറിച്ചാണ് ഇപ്പോഴേ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ വെളിപാട് നൽകിയത്. ഇപ്പോഴും നമ്മൾ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയാൻ കാരണം ഒരു ഓൺലൈൻ മെസ്സേജാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ ചൊരുകിയപ്പോൾ ഞണ്ടിങ്ങനെ മരിച്ച് കിടക്കണ മെസ്സേജ് വന്ന് ദർശനം വന്ന്. അത് ഞണ്ട് ഒക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നനച്ചറിയാതെ, അറിഞ്ഞുകൊണ്ടല്ല, നനച്ചറിയാണ്ടിരിക്കണ സമയത്ത് ഈ മെസ്സേജ് വന്നാൽ അത് മനുഷ്യാരൂപിയിലായിരിക്കത്തില്ല അത് വരണത്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസേൺ ചെയ്യണത്, വിവേചിക്കണത്. ദൈവാരൂപിയിലുള്ള ദർശനങ്ങളാണ്. അതിൻ്റെ ക്യാൻസർ രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന ക്യാൻസർ രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ ക്യാൻസർ രോഗങ്ങളെ സ്പർശിക്കണമേ. അത്ഭുതകരമായ ക്യാൻസർ രോഗങ്ങള്, കരള് രോഗങ്ങള്, മഹോദര രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അൾസർ രോഗങ്ങള്, അർസസ് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ക്യാൻസർ രോഗങ്ങളെ സുഖപ്പെടുത്തനെ ഓർത്ത്, അൾസർ രോഗങ്ങളെ സുഖപ്പെടുത്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നന്ദി പറയുന്നു. കരങ്ങളുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, നന്ദി പറയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, പിൻകഴുത്തിൽ നേരിട്ട് കുഞ്ചിക്കല്ല, അതിനേക്കാൾ 2 അടി 2 വിരൽ താഴെ ഇങ്ങനെ ഒരു മുഴ ഇങ്ങനെ കൂമ്പിക്കൊണ്ടേ വരണം. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സുഖ ഹല്ലേലൂയ. ഇപ്പോഴേ അച്ഛൻ പറയുമ്പോൾ തന്നെ ഇടത് പല്ലിന് വേദനയുള്ളവരുണ്ട്. ഇപ്പോഴച്ഛൻ പറയുമ്പോൾ ഇപ്പോൾ തന്നെ അത് മകളെ ഈശോ സുഖപ്പെടുത്തുകയാണ്. നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നനഞ്ഞ് പിടഞ്ഞ ഒരു പക്ഷി, തൂവൽ കൊഴിഞ്ഞ പക്ഷി, ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയാകാം, അല്ലെങ്കിൽ രോഗാതുരമായി മുടി കൊഴിഞ്ഞു പോയി സൗന്ദര്യം നഷ്ടപ്പെട്ട അവസ്ഥയാകാം. ഇങ്ങനെ സൂക്ഷിച്ച പല വിധങ്ങളിലും സൂക്ഷിച്ചു പോയിട്ട് പറക്കാൻ പറ്റാത്ത കുടുംബങ്ങളെ കർത്താവ് ഇപ്പോഴേ ഏറ്റെടുക്കുന്ന. സ്തുതിയുടെ ഹല്ലേലൂയ. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്തസ്രാവങ്ങളെ ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്തസ്രാവ രോഗികളുടെ രക്തസ്രാവങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുസ്തുതി. ഹല്ലേലൂയ. 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 കർത്താവായ ദൈവമേ, രക്തസ്രാവത്തെ സുഖപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, വിവാഹ തടസ്സങ്ങളെ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. വിശ്വാസത്തിൽ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യണം. 24 വയസ്സിന് മുകളിലുള്ള എല്ലാ മക്കളുടെയും അവർ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും 24 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് നടക്കേണ്ട കാര്യമായിട്ട് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ട ഡേറ്റ് അച്ഛൻ പറഞ്ഞുതരാം. അച്ഛനെ കർത്താവ് കാണിച്ചത് 26 ഡിസംബർ 26 മുതൽ ജനുവരി 24 തീയതി വരെ ഉള്ള ഡേറ്റ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, പക്ഷേ അടിയന്തരമായിട്ട് ഈ കല്യാണം നടന്നേ മതിയാവത്തുള്ളൂ. അങ്ങനെ കണ്ണീരോടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഡിസംബർ 26 മുതൽ ജനുവരി 24 തീയതി വരെയുള്ള ഡേറ്റുകൾ കർത്താവ് ആ ഡേറ്റിൽ നിൻ്റെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തുമെന്ന് ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നൽകിയ വെളിപാടിനെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ അഭിഷിക്തം നൽകിയ വെളിപാടനുസരിച്ച് കർത്താവേ ജനതയുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഹല്ലേലൂയ. അസ്ഥി വളയലെ, അസ്ഥി ഒടിയലെ, ശ്രദ്ധിക്കുക. അതായത് ആടെയും അസ്ഥി ചുമ്മാ ഇരുന്ന് വളയുന്ന, അത് മിക്കവാറും വാതരോഗമോ വല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അച്ഛനെ രോഗത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല.
വളഞ്ഞ് വെറുതെ ഇരുന്ന് വളയുന്ന അസ്ഥികളെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കർത്താവ് ഇവിടെ കാണിച്ചതിൻ്റെ അർത്ഥം കർത്താവ് മരുന്ന് അതിനില്ല, കർത്താവിന് അത് സ്പർശിക്കുമെന്നാണ്. അതുകൊണ്ട് അസ്ഥി വളയുകയും അസ്ഥി ഒടിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കാലത്തും കമ്പിയൊക്കെ ഇട്ടതാണ്. പിന്നീട് പക്ഷേ പഴയ സ്വാധീനത്തിൽ വന്നിട്ടില്ല. ആ വ്യക്തികളും എപ്പോഴും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് കർത്താവ് സാക്ഷ്യം പറയാൻ സഹായിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അസ്ഥി വളയുന്നത് വാതരോഗമായാലും ഞങ്ങൾക്കറിയാത്ത എന്ത് രോഗമായാലും യേശുവിന്റെ നാമത്തിൽ ആരാധന ശക്തിയാലും അസ്ഥി ഒടിഞ്ഞവർക്ക് സ്വാധീനം തിരിച്ചു ലഭിക്കട്ടെ. അസ്ഥി വളഞ്ഞവരുടെ രോഗങ്ങളെ ഇപ്പോഴേ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അസ്ഥി രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിലെ തീർപ്പാകാത്ത ഓരോ കാര്യങ്ങളും ആയിരങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ തിരുസന്നിധിയിൽ പുനഃസമർപ്പണം ചെയ്യുന്നു. സാമ്പത്തിക കടങ്ങള്, വഴിയില്ലാത്തവര്, ഭാഗ ഉടമ്പടി നടക്കാത്തവര്, വിദേശ പഠനങ്ങള്, വിദേശ ജോലി നഷ്ടപ്പെട്ടവര്, സമാധാനം ഇല്ലാത്തവര്, കള്ളക്കേസിൽ കുടുങ്ങിയവര് യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. മക്കളെ, തൊലി പൊളിയുന്നവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് സോറിയാസിസ് ഉൾപ്പെടെ. പക്ഷേ ഞാനീ പറഞ്ഞ വിഷയം സോറിയാസിസ് അല്ല. പക്ഷേ സോറിയാസിസ്, ഈ ദർശനം തൊലി പൊളിയുന്നവരെ കർത്താവ് സുഖപ്പെടുന്ന ദർശനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ത്വക്ക് രോഗങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ത്വക്ക് രോഗങ്ങള്, തൊലി പൊളിയുന്ന രോഗങ്ങള്, തൊലിയെ പാണ്ടുണ്ടാകുന്ന രോഗങ്ങള്, വെള്ളപ്പാണ്ട് രോഗങ്ങള്, വിസർപ്പ രോഗങ്ങള് കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. അമ്മയുടെ മധ്യസ്ഥത്താൽ ത്വക്ക് രോഗങ്ങള് ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആന്തരിക മുഴകള്, സിസ്റ്റുകള്, ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ, അടിമുടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തും. ഇനി ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്തിട്ട് എവിടെയെങ്കിലും മുഴയുണ്ടെന്ന്, ബ്രെയിനിൻ്റെ എവിടെയെങ്കിലും ഞരമ്പിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ യേശു നാമത്തിൽ അവിടെ കൈവെക്കാവുന്നതാണ്. ചില ആൾക്കാർക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകും, ചില ആൾക്കാർക്ക് ഉദരത്തിന് ബ്ലോക്ക് ഉണ്ടാകും, ചില ആൾക്കാർക്ക് ബ്രെയിനിൻ്റെ വെയിൻസിന് ബ്ലോക്ക് ഉണ്ടാകും. എവിടെയായാലും കുഴപ്പമില്ല. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ട്, മരയിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൈവെക്കുക. മറ്റുള്ളവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥികർത്താവായ ദൈവമേ, ഞരമ്പ് ബ്ലോക്ക് ഉള്ളവര്, ശരീരത്തിൽ മുഴയുള്ളവര്, പാങ്ക്രിയാസിൽ മുഴയുള്ളവര്, ഗർഭനാളിയിൽ ബ്ലോക്ക് ഉള്ളവര്, ഈശോയെ, സിസ്റ്റ് ഉള്ളവര്, അണ്ഡാശയത്തില് സിസ്റ്റ് ഉള്ളവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗർഭപാത്രങ്ങള് വളരാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റിന് മുഴയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകല്യങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവേദനക്കാര്, കിഡ്നി രോഗികള് യേശു നാമത്തിൽ, ഇടുപ്പല്ലി വേദനയുള്ളവരെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യങ്ങളെ നന്ദി പറയുന്ന കർത്താവേ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവരെ, ഇടിപ്പല്ലിന് വേദനകളെ സുഖപ്പെടുത്തുന്നതിന് കർത്താവേ, മാരകമായ രോഗങ്ങള് അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരുന്നു. മക്കളെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് അതായത് രേഖാമൂലമായ കാരണങ്ങളാണ്. ഇപ്പോഴും ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ, കൃപാസനത്തിലെ ഉടമ്പടിയുടെ ഒരു നേഴ്സറാണത്. 20 വർഷമായിട്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടില്ല. ഇപ്പോൾ അന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെങ്കിൽ അവർ ഭയങ്കരമായ കാശ് ചോദിച്ചു. അതുകൊണ്ട് കൊടുക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല. ഇപ്പോഴൊരു ജോലി വന്നപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എല്ലാം അത്യാവശ്യമായി വന്നു.
അത് കിട്ടാൻ സാധ്യതയുണ്ടോ, അത് അവിടെ ഉണ്ടോ, ഉണ്ടായാൽ തന്നെ കൊടുത്താൽ കിട്ടുമോ, കാശ് കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെ എല്ലാം കൊണ്ട് കുഴങ്ങനായപ്പോൾ അവർ വന്ന് അമ്മയോട് പറഞ്ഞു ഉടമ്പടി ചെയ്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ചെല്ലുമ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ് കൊടുക്കാൻ വേണ്ടി. അത് അവരെടുത്ത് വെച്ചതല്ല, അമ്മ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിൻ്റെ രേഖകൾ, ഞാൻ കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി അമ്മ തരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് വർഷങ്ങളെ കിട്ടാത്തവരെ, ഭാഗ ഉടമ്പടി നടക്കാത്തവരെ, നമ്മൾക്ക് അപ്പൻ എഴുതി വെച്ചെന്ന് പറഞ്ഞത് പക്ഷേ ചേട്ടനോ അനുജനോ പ്രമാണം, ഒറിജിനൽ പ്രമാണം അടിച്ചു മാറ്റി എവിടെയെങ്കിലും ബ്ലേഡ് കമ്പനി കൊണ്ട് പണയം വെച്ചിട്ട് രേഖകൾ നഷ്ടപ്പെട്ടവരെ, അവർക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രേഖ നശിപ്പിച്ച് കളഞ്ഞവരെ, അങ്ങനെ രേഖാമൂലമായ എല്ലാ തടസ്സങ്ങളും ഉടമ്പടിയിലെ അമ്മ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. നിങ്ങളിപ്പോഴേ അച്ഛന വഴി ഈശോയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിസ ഉൾപ്പെടെ, എമിഗ്രേഷൻ ഉൾപ്പെടെ, മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ, ഭാഗ ഉടമ്പടികളും ആധാര പ്രമാണങ്ങളും അധികാര രേഖകളും നഷ്ടപ്പെട്ടത്, കിട്ടാത്തത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതാൽ ഈശോയുടെ നാമത്തിൽ ലഭിക്കട്ടെ. കർത്താവായ ദൈവമേ, ഭാഗോടമ്പടിയില് നടക്കാത്ത അവസ്ഥകള്, രേഖ കിട്ടാത്ത അവസ്ഥകളില് അങ്ങ് ഇടപെടുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. പത്രം എടുക്കാത്തവർ ഓഫീസിൽ പത്രമുണ്ട്, കൗണ്ടറിൽ പത്രമുണ്ട്, വാങ്ങിക്കുക. വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, the fire finger, soak with the precious blood, and the authority of the Catholic Church with the power of Jesus Christ, with the meditation of the Holy Priesthood, I bless and hallow these relics. Those used in have grace and peace and power. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, അവർക്ക് വേണ്ടി അച്ഛൻ കയ്യൊപ്പ് പ്രാർത്ഥന നടത്തും. വേറെ ആരെയും പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഓഫീസിൽ പോയി രേഖ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതാണ്, നമ്പർ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രം ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇത് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഏതെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുവോ ആ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ചൊരിയുന്നു. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി വിളിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ. കർത്താവേ, ലൈവ് സ്ട്രീമിലൂടെ കർത്താവേ, ഇപ്പോൾ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ ആശീർവദിക്കണമേ. കൃപാസന നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ ആശീർവദിക്കണമേ. സൗഖ്യപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയ്ക്ക് സ്തുതിയും പുകഴ്ചയുമുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയിൽ സ്തുതിയും പുകഴ്ചയുമുണ്ടാകട്ടെ.